1532 സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ ജനിച്ചത് എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. അദ്ദേഹം വളരെ പ്രധാനിയായ ഒരാളായിരുന്നു. മാത്രമല്ല വിജ്ഞാനം തേടി അദ്ദേഹവും പരിശുദ്ധ മക്കായിലും ആ കാലഘട്ടത്തിൻ്റെ ഇസ്ലാമിക വിജ്ഞാന കേന്ദ്രങ്ങളിൽ എല്ലാം എത്തിച്ചേരുകയും മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, വിശ്വവിഖ്യാതരായ മഹാന്മാരായ ഇസ്ലാമിക പണ്ഡിതവര്യന്മാരുടെ നാവിൽ നിന്ന് അദ്ദേഹം ഇസ്ലാമിക വിജ്ഞാനം നുകരുകയും പഠിക്കുകയും ചെയ്തു എന്നതും ചരിത്രത്തിൽ അവിതർക്കിതമായ കാര്യമാണ്. അതിനുശേഷം അദ്ദേഹം വരികയും പിന്നീട് പൊന്നാനി കേന്ദ്രമാക്കി തന്നെ മലബാറിലെ മക്ക എന്ന് പറയപ്പെടുന്ന പൊന്നാനിയിലെ മുസ്ലിം മലബാറിൻ്റെയും മുസ്ലിം കേരളത്തിൻ്റെയും സിംഹാസനത്തിൽ അദ്ദേഹം അവരോധിതനാവുകയായിരുന്നു. പിന്നീട് ഒന്നാം മഖ്ദൂമിനെ പോലെ തന്നെ മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അദ്ദേഹത്തിന് സാധ്യമായി. ഒന്നാം മഖ്ദൂമിനെ പോലെ തന്നെ സാമൂഹ്യ മേഖലയിലും ഇടപെടാൻ അദ്ദേഹം ശങ്കിച്ചു നിന്നില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇടപെടലിൻ്റെ സാക്ഷ്യപത്രമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ സമര ചരിത്ര ഗ്രന്ഥം എന്ന് പറയുന്നത്. മുജാഹിദീൻ എന്ന ഈ വിശ്വവിഖ്യാതമായ ഗ്രന്ഥമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലബാറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രങ്ങളുടെ ആദ്യ പാഠം എന്നു തന്നെ നമുക്ക് പറയാൻ കഴിയും. സർ വില്യം ലോഗൻ തൻ്റെ മലബാർ മാനുവൽ എഴുതുവാൻ ആശ്രയിച്ചത് തുഹ്ഫത്തുൽ മുജാഹിദീനെയാണ്. മാത്രമല്ല തുഹ്ഫത്തുൽ മുജാഹിദീനെ സംബന്ധിച്ച് ലോഗൻ തൻ്റെ ഈ പുസ്തകത്തിൽ മലബാർ മാനുവലിൽ പറയുന്നത് ഇങ്ങനെയാണ്: സംഭവങ്ങളുടെ വിവരണത്തിൽ സൈനുദ്ദീൻ ഒരു ചായ്വും കാണിച്ചിട്ടില്ല. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ചരിത്രം എഴുതുകയോ ഹിന്ദുക്കളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജനവിഭാഗങ്ങളെയോ വെറുപ്പിക്കുകയോ ചെയ്യുന്ന ക്രമത്തിൽ ഒരിക്കലും തന്നെ അദ്ദേഹം ചരിത്രം എഴുതിയില്ല. മറിച്ച് വസ്തുക്കളുടെ യഥാവിധി എന്താണോ, ശരി എന്താണോ അത് മാത്രമായിരുന്നു അദ്ദേഹം എഴുതിയെന്ന് എന്നാണ് പറയുന്നത്. നമ്മൾ ഒന്നാമത്തെ മഖ്ദൂമിനെ കണ്ടു, രണ്ടാമത്തെ മഖ്ദൂമിനെ കണ്ടു. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് മുസ്ലിം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ, അവരുടെ മതപരമായ അസ്തിത്വം അത് ഈ മഹാന്മാരായ പണ്ഡിതന്മാരുടെയും സൂഫിവന്മാരുടെയും കൈകളിൽ സുഭദ്രമായിരുന്നു എന്നാണ്. മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്ന് മാബരികളായ പണ്ഡിതന്മാരിലൂടെ മഖ്ദൂമുമാരിലേക്ക് എത്തിച്ചേർന്ന ആ നേതൃത്വം പിന്നീട് പല പല പണ്ഡിത ശ്രേഷ്ഠന്മാരുടെയും കരങ്ങളിൽ എത്തിച്ചേരുന്ന മനോഹരമായ സാമൂഹ്യ കാഴ്ച നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. പിന്നീട് ഈ ശ്രേണിയിൽ വന്നത് മഹാനായ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളായിരുന്നു. ഹിജ്റ 1183 പ്രബോധന ദൗത്യവുമായി യമനിലെ തെരീമിൽ നിന്ന് മലബാറിൽ എത്തിച്ചേർന്ന മഹാനായ മമ്പുറം തങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാലം വളരെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കാലമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ വൈദേശികാധിപത്യത്തിന് പുതിയ മുഖമായിരുന്നു അന്നുണ്ടായിരുന്നത്. വ്യത്യസ്ത ആശയക്കാരും വ്യത്യസ്ത മതക്കാരും വ്യത്യസ്ത കാഴ്ചപ്പാടുകാരുമെല്ലാമായ മലബാറുകാരായ ജനങ്ങളെ, കേരളക്കാരായ ജനങ്ങളെ, ഇന്ത്യക്കാരായ ജനങ്ങളെ അവരുടെ ഇടയിൽ എന്തെങ്കിലും ഭിന്നിപ്പുണ്ടാക്കുകയും ആ ഭിന്നിപ്പിനെ മുതലെടുത്തുകൊണ്ട് ഭരണം നിർവഹിക്കുകയും തങ്ങൾ ഒരു മധ്യസ്ഥന്റെ റോള് എപ്പോഴും ഇവിടെ സജീവമായി നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നത്. ഈ സ്വഭാവത്തെയാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് ചരിത്രങ്ങൾ വിളിക്കുന്നത്. അദ്ദേഹം ഏറ്റവും അധികം ശ്രദ്ധിച്ചത് മതപരമായ സൗഹാർദ്ദം ഉണ്ടാക്കുന്നതിലായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ മതസൗഹാർദ്ദം ഉണ്ടാക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ചും മുസ്ലിമീങ്ങളെയും ഹൈന്ദവരെയും ഒന്നിച്ചു നിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഒരുപാട് ത്യാഗങ്ങളാണ് സഹിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒന്നാമത്തെ കാര്യസ്ഥൻ തന്നെ കോന്തു നായർ എന്ന് പറയുന്ന ഒരു ഹൈന്ദവനായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മഹാനായ മമ്പുറം തങ്ങൾ ഈ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. മഹാനായ മമ്പുറം തങ്ങളുടെ ശക്തമായ സാമൂഹികമായ ഇടപെടൽ ഉണ്ടായി. മഹാനായ മമ്പുറം തങ്ങളുടെ സാമൂഹിക ഇടപെടലിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് അസൈഫുൽ ബത്താർ അലാമൻ യുവാലിൽ കുഫാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി. ആ കൃതി വല്ലാത്ത അനുരണനങ്ങളാണ് ഉണ്ടാക്കിയത്, വല്ലാത്ത പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ പേരിൽ ചോറൂർ പടയുണ്ടായി, മുട്ടിയറ ശുഹദാക്കൾ അതിൻ്റെ രക്തസാക്ഷികളായിരുന്നു. ഇങ്ങനെ ഒരുപാട് സ്വാധീനമുണ്ടാക്കിയ സാമൂഹ്യ ഇടപെടലുകൾ നടത്തിയ മഹാനായിരുന്നു മഹാനായ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ. ഇതേ ശ്രേണിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു നേതാവാണ് 1765 മുതൽ 1857 വരെ മുസ്ലിം കേരളത്തിന് നായകത്വം നൽകിയ മഹാനായ വെളിയങ്കോട് ഉമർ ഖാദിയാർ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഒരു മുദർരിസായിരുന്നു. അദ്ദേഹം താനൂരിലും വെളിയങ്കോട്ടിലുമെല്ലാം വലിയ ദർസുകൾ നടത്തിയിരുന്നു. അദ്ദേഹം അറബി ഭാഷാ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഖുർആൻ വ്യാഖ്യാതാവായിരുന്നു. ഖുർആൻ വ്യാഖ്യാനത്തിലും ഹദീസ് ശാസ്ത്രത്തിലും കർമ്മശാസ്ത്രത്തിലുമെല്ലാം അതിനിപുണനായ പണ്ഡിതനായിരുന്നു അദ്ദേഹം. അതോടൊപ്പം
അതോടൊപ്പം തന്നെ അദ്ദേഹം ഭൗതിക ശാസ്ത്രങ്ങളിലും മികവ് കാണിച്ച ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള എല്ലാ ജീവചരിത്രങ്ങളും പറയുന്നത് അദ്ദേഹം കിടയറ്റ ഒരു സംസ്കൃത പണ്ഡിതൻ കൂടെയായിരുന്നു എന്നാണ്. മാത്രമല്ല മഹാനായ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന് മാത്രമല്ല, അവരെ ദേശീയ ധാരയിൽ നിലനിർത്തുന്ന ക്രമത്തിൽ അദ്ദേഹം നേതൃത്വം നൽകിയതോടൊപ്പം തന്നെ അവർക്കെതിരെ നീണ്ടുവരുന്ന കരങ്ങളെ പിടിച്ചുകെട്ടുവാൻ വളരെ ധൈര്യപൂർവ്വം അദ്ദേഹം സമൂഹവുമായി മുന്നോട്ട് പോയ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. 1819 ബ്രിട്ടീഷ് അധികാരികളുടെ മുഖത്ത് നോക്കി ഇല്ല, തരില്ല, നികുതി തരില്ല, ഞങ്ങൾ നികുതി തരേണ്ടതില്ല എന്ന് ധൈര്യമായി ഉമർ ഖാദിയാൽ വിളിച്ചു പറഞ്ഞത് എന്നാണ്. പിൽക്കാലത്ത് നിസ്സഹകരണ പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഉണ്ടായെങ്കിൽ തന്നെയും അത് 1920കളിൽ മാത്രമായിരുന്നു ആരംഭിച്ചത്. അതുകൊണ്ട് 1920കളിൽ രാജ്യത്തുണ്ടായ ഒരു വികാരം, ഒരു സമരവികാരം, ആ വികാരത്തിന് നാന്ദി കുറിച്ചത് മഹാനായ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി ആയിരുന്നു എന്നാണ്. ബ്രിട്ടീഷുകാർ ഉമർ ഖാദിയെ കൊണ്ട് ഗതിമുട്ടി എന്നാണ് ചരിത്രങ്ങളെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം വന്ന മഹാനായ പണ്ഡിതന്മാർ ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാം പേരുകളും ചരിത്രവും പറയുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം എന്തെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സന്ദേശം അവന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ കയ്യേൽക്കുവാനും മനസ്സിൽ സ്വീകരിക്കുവാനും ഭാഗ്യം ലഭിച്ച ഈ മണ്ണിനെ ഒരുപാട് പണ്ഡിതന്മാരെ നൽകി ആദരിക്കുകയായിരുന്നു. ആ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ മഹത്തായ പരമ്പരയിൽ വന്ന മറ്റൊരു ശാസ്ത്രീയമായി ചിന്തിക്കുകയും സാമൂഹികമായ നവോത്ഥാനങ്ങൾക്ക് നെടുനായകത്വം നൽകുകയും ചെയ്ത മഹാനായിരുന്നു മഹാനായ മൗലാന മർഹൂം ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി നവ്വറല്ലാഹു മർഖദഹു. മഹാനായ മമ്പുറം തങ്ങളുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം, അദ്ദേഹത്തിന്റെ മുരീദായിരുന്നു, അദ്ദേഹത്തിന്റെ അനുയായിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല മയ്യഴിയിലും വളപട്ടണത്തിലും അദ്ദേഹം മുദരിസായിരുന്നു. മലപ്പുറത്തെ പുളിക്കലും മലപ്പുറത്തെ വാഴക്കാട്ടും അദ്ദേഹം മുദരിസായിരുന്നു. വലിയ ദർസുകൾ നടത്തിയിരുന്ന മഹാനായിരുന്നു. വലിയ പിൽക്കാലത്തെ പല വിഭാഗങ്ങളിലും പ്രവർത്തിച്ച വലിയ നേതാക്കന്മാരെല്ലാം മൗലാന ചാലിലകത്തിന്റെ ശിഷ്യന്മാരായിരുന്നു എന്നത് കേരളത്തിലെ ചരിത്രത്തിൽ ചികഞ്ഞു നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. 1808 മുതൽ അദ്ദേഹം വാഴക്കാട് ദാറുൽ ഉലൂമിൽ വലിയ ഒരു വൈജ്ഞാനികമായ ശാസ്ത്രീയമായ മുന്നേറ്റം തന്നെ നടത്തുകയുണ്ടായി. ഏറ്റവും ആദ്യമായി ശാസ്ത്രീയ രൂപത്തിലുള്ള മതപഠനം ആരംഭിച്ചത് വാഴക്കാട് അന്നത്തെ പേര് തെൻമിയത്തുൽ ഇസ്ലാം മദ്രസ എന്നായിരുന്നു. ആ തെൻമിയത്തുൽ ഇസ്ലാം മദ്രസയിൽ നിന്നായിരുന്നു. തെൻമിയത്തുൽ ഇസ്ലാം മദ്രസ പിന്നീട് ദാറുൽ ഉലൂം എന്ന് പറയുന്ന ഒരു വലിയ കലാലയമായി മാറുകയുണ്ടായി. ഈ മാറ്റത്തിന്റെ ഗതികളിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു മഹാനായ മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ. ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ കണ്ണികൾ മാലിക് ബിൻ ദീനാർ മുതൽ മാബരികളായ പണ്ഡിതന്മാർ മുതൽ മഖ്ദൂമമാരിലൂടെ ഉമർ ഖാദിയിലൂടെ മമ്പുറം തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളിലൂടെ മൗലാന ചാലിലകത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 20ാം നൂറ്റാണ്ട് വരെയുള്ള മുസ്ലിം കേരളത്തിന് നായകത്വം നൽകിയ, നേതൃത്വം നൽകിയ, ശിക്ഷണം നൽകിയ വലിയ പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും സൂഫിവരന്മാരുടെയും ഒരു നിര നമുക്ക് കണ്ടെത്താൻ കഴിയും. ആ നിരയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? കണ്ണികൾ കൃത്യമായി ചേർത്ത് വെച്ചാൽ അവരാരിൽ നിന്ന് പഠിച്ചു എന്നത് കൃത്യമായ സനദുകളിലൂടെ നാം തിരിഞ്ഞു നടന്നാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വന്നതും കേരളത്തിൽ പ്രചരിച്ചതും കേരളത്തിൽ വളർച്ച പ്രാപിച്ചതും കേരളത്തിൽ നിലനിന്നതുമെല്ലാം ശരിയായ ഇസ്ലാമായിരുന്നു. ശരിയായ യാതൊരു തരം കലർപ്പുമില്ലാത്ത പിൽക്കാലത്ത് ഇസ്ലാമിക രാജ്യത്തുണ്ടായ വ്യത്യസ്തമായ ചിന്താധാരകൾ, ചിന്താ മേഖലകൾ, അതിനൊന്നും വശമതമായിട്ടില്ലാത്ത വളരെ നിഷ്കളങ്കമായ വളരെ സംശുദ്ധമായ ഒരു പാന്താവും ഒരു ശൈലിയും ഒരു ആശയവുമായിരുന്നു കേരളത്തിലേക്ക് വന്നത്. ആ വന്ന ആശയം യാതൊരു കേടുപാടും കൂടാതെ വിശ്വസ്തമായ കരങ്ങളിലൂടെ, വിശ്വസ്തമായ മനസ്സുകളിലൂടെ 1900 വരെ, അതായത് 20ാം നൂറ്റാണ്ട് വരെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഒരു പരമ്പര കൈമാറി പോന്നു എന്നാണ് ഞാൻ ഇതുവരെയും പറയുകയുണ്ടായത്. 1900 ശേഷം കേരളത്തിൽ മാത്രമല്ല ലോകത്ത് തന്നെ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടായി നമുക്കെല്ലാവർക്കും അറിയാം.
ഇസ്ലാമിക രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്തമായ ചിന്താധാരകൾ വരികയുണ്ടായി. വിശുദ്ധ ഖുർആനും പരിശുദ്ധമായ ഹദീസുകൾക്കുമെല്ലാം പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുകയുണ്ടായി. അതുവരെയും മുസ്ലിം ലോകം ശരിയെന്ന് വിചാരിച്ചിരുന്ന പലതിനെയും ആശങ്കയോടെ കാണുവാനും അവതരിപ്പിക്കുവാനുമുള്ള ഒരു ത്വര ഇസ്ലാമിക ലോകത്ത് പ്രകടമായി. ഇതിന്റെ ഒരു പ്രതിഫലനം സത്യത്തിൽ കേരളത്തിലും ഉണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത്. ആ പ്രതിഫലനത്തിന്റെ ഭാഗമായി കേരളത്തിൽ വ്യത്യസ്തമായ ചിന്താധാരകൾ കടന്നു വന്നു എന്ന് ചരിത്രം പറയുകയാണ്.